ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളിന്ന് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ബാക്കി സെക്ഷൻ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് നോക്കി നിർത്തിയ ഒരു പോയിന്റിംഗ് വെക്റ്റർ എന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ ആ മൊമെന്റം അതിന്റെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് പോയിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിസം ഇൻ മാറ്റർ, അതായത് മാറ്ററിൽ കൂടി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇത് നോക്കിയത്. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ നോക്കി നിർത്തിയ ആ ഒരു പോയിന്റിംഗ് തിയറം ആണ്. അപ്പോൾ പോയിന്റിംഗ് തിയറം അറിയാം നമുക്ക് ആ എസ് എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ വർക്ക് ഡൺ, ഇപ്പോൾ പോയിന്റിംഗ് തിയറം ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടുത്തെ വർക്ക് ഡണ്ണിനെ കുറിച്ചാണ് എന്ത് ചെയ്ത് പോയിന്റിംഗ് തിയറം പറയുന്നത്. അപ്പോൾ അതിൽ എസ് എന്ന് പറയുന്ന പോയിന്റിംഗ് വെക്ടർ ആണ്. അപ്പോൾ എസ് നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 1/μ0 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ദാറ്റ് ഈസ് ഇ ക്രോസ് ബി എന്നാണ് നമുക്ക് എന്ത് ചെയ്ത് അവിടെ കിട്ടിയത്. അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത് നെക്സ്റ്റ് നോക്കേണ്ടത് ദാറ്റ് ഈസ് ദ എനർജി ആൻഡ് മൊമെന്റം ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു വെക്ടറിന്റെ പോയിന്റിംഗ് വെക്ടറിന്റെ ഡിഫറൻഷ്യൽ ഫോം കൂടി നോക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോം അതുപോലെ ഇന്റഗ്രൽ ഫോം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു വെക്ടറോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനോ കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്റഗ്രൽ ഫോം ഉണ്ട്, വെക്ടർ ഫോം ഉണ്ട്. അപ്പോൾ എക്സാമിനേഷൻ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതുക, ഫോം ആണോ ഡിഫറൻഷിയേറ്റ് ഫോം ആണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം എന്ത് എഴുതുക. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെ വെക്ടർ ഇന്റഗ്രൽ ഫോമും ഉണ്ട് ഡിഫറൻഷിയേറ്റ് ഫോമും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് ക്വസ്റ്റ്യൻ നോക്കി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തതിന് ശേഷം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത് നോക്കേണ്ടത് ദാറ്റ് ഈസ് എസിന്റെ ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് 1/μ0 ഇൻറ്റു ഇ ക്രോസ് ബി ആണ് എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റിംഗ് വെക്ടർ എസ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത സമയത്ത് നമുക്ക് ടോട്ടൽ എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ടോട്ടൽ എനർജി നമുക്ക് എന്താ കിട്ടിയത്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് യു ഇ എം ആണ്. അവിടെ ഇ എം എന്ന് വെച്ചാൽ ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ്സിന്റെ എനർജി. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇ സ്ക്വയർ പ്ലസ് 1/μ0 ഡി സ്ക്വയർ. അപ്പോൾ എന്താണ് ഇതെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേം, ഇത് വെച്ചാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേം ആണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ഇൻ ദ ചാർജ് ഇൻക്രീസിംഗ് ദ മെക്കാനിക്കൽ എനർജി ലെറ്റ് ദ യു മെക്കാനിക്കൽ വിൽ ബി ദ മെക്കാനിക്കൽ എനർജി ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ടല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമുക്ക് ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, അവിടുത്തെ വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചാർജ് ചെയ്യുന്ന വർക്ക് അവിടുത്തെ മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മൂവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അവിടെ എനർജി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യുക. അത്തരത്തിൽ വരുന്ന ആ ഒരു എനർജിയാണ് ഇവിടുത്തെ യു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് dw/dt, ദാറ്റ് ഈസ് d/dt ഓഫ് ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ ആണ് യു മെക്കാനിക്കൽ d എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ 53rd ഇക്വേഷൻ, തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ആണ് ഈ dw. അവിടെ നമുക്ക് എന്തുണ്ട്, d/dt ഓഫ് ഇന്റഗ്രൽ ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇ സ്ക്വയർ പ്ലസ് 1/μ0 d മൈനസ് 1/μ0 ഇന്റഗ്രൽ ഇ ക്രോസ് ബി എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ എന്ത് ചെയ്യണം, dw/dt it is equal to d/dt of integral വോളിയം ഇന്റഗ്രൽ ആണ് 1/2 into epsilon 0 e square plus 1/μ0 b square എന്ന് കിട്ടും into d ആണ് കിട്ടുന്നത് പ്ലസ് 1/μ0 ഇന്റഗ്രൽ e ക്രോസ് b എന്ന്. ഇതാണ് നമ്മുടെ 53rd ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ 53rd ഇക്വേഷനിൽ dw/dt യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, dw/dt യുടെ സ്ഥാനത്ത് ഈ d/dt of ഇന്റഗ്രൽ u മെക്കാനിക്കൽ d, അതായത് മെക്കാനിക്കൽ എനർജിയും നമ്മൾ ഇവിടെ കിട്ടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയും ഇക്വേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ d/dt ഓഫ് ഇന്റഗ്രൽ യു മെക്കാനിക്കൽ d ഈസ് ഈക്വൽ ടു ബാക്കി ഈ കിടക്കുന്ന ടേമിൽ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് യു ഇ എമ്മിന്റെ വാല്യൂ ആണ്. അതേപോലെ തന്നെ 1/μ0 ഇ ക്രോസ് ബി എന്ന് പറയുന്ന അവിടുത്തെ എസിന്റെ വാല്യൂ പോയിന്റിംഗ് വെക്ടർ. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ യു ഇ എം എന്നും എസ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഓക്കെ, അത് മനസ്സിലായോ, എന്ത് ചെയ്തു, രണ്ടും നമ്മൾ അവിടെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നോക്കുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡോ/t ഓഫ് ഇന്റഗ്രൽ വി യു മെക്കാനിക്കൽ പ്ലസ് യു ഇ എം. അതായത് നമ്മൾ മെക്കാനിക്കൽ എനർജിയും ഈ ഇ എം, അതായത് യു ഇ എം എന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തെടുക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി എന്താണുള്ളത്, ദാറ്റ് ഈസ് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു സർഫസ് ഇന്റഗ്രൽ ഉണ്ട്. അപ്പോൾ ഈ സർഫസ് ഇന്റഗ്രലിനെ ഞാൻ അവിടെ എന്ത് ചെയ്തു, സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വോളിയം ഇന്റഗ്രലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സർഫസ് ഇന്റഗ്രലിനെ വോളിയം ഇന്റഗ്രലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇന്റഗ്രൽ വി ഡെൽ ഡോട്ട് എസ് ഡി ടോ എന്നാണ് കിട്ടിയത്. ഓക്കെ, അത് മനസ്സിലായല്ലോ, ഡെൽ ഡോട്ട് എസ് ഡി ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് ഇന്റഗ്രലും ഈക്വൽ ആണ്, രണ്ടും വോളിയം ഇന്റഗ്രൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ടും വോളിയം ഇന്റഗ്രൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കണ്ടീഷൻ കൊടുക്കാം, രണ്ടും വോളിയം ഇന്റഗ്രൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അതിന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യു മെക്കാനിക്കൽ പ്ലസ് യു ഇലക്ട്രോമാഗ്നറ്റിക്കൽ, യു മെക്കാനിക്കൽ പ്ലസ് യു ഇ എം എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ്
ഡെൽ ഡോട്ട് എസ് ആയിരിക്കും. അതാണ് പോയിന്റിംഗ് തിയറം ഇൻ ദ ടേംസ് ഓഫ് ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ ഫോമിലുള്ള ആ ഒരു പോയിന്റിംഗ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡോ ബൈ ഡോട്ട് യു ഓഫ് യു മെക്കാനിക്കൽ പ്ലസ് യു ഇ എം ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് എസ്. അപ്പോൾ സ്റ്റെപ്പിംഗ് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. അതായത് നമുക്കവിടെ എസിന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് ദ പോയിന്റിംഗ് വെക്ടർ എസ് ഇസ് ഈക്വൽ ടു 1 ബൈ മ്യൂ 0 ഇ ക്രോസ് ബി ആണ്. യു ഇ എം അതായത് എനർജി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അറിയാം, ഇസ് ദ സം ഓഫ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് രണ്ടെന്ന് പറഞ്ഞു. ഇനി അവിടുത്തെ ആ ഒരു ചാർജ് അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ യു മെക്കാനിക്കൽ എന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടുത്തെ യു മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയുടെ വർക്കാണ്. മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന വർക്കാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഡി ഡബ്ല്യു ബൈ ഡി ടി, കാരണം ഇതിലും ലെഫ്റ്റ് സൈഡ് ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്, ഇതിലും ലെഫ്റ്റ് സൈഡ് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്. അപ്പൊ ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. അപ്പൊ ഇക്വേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നി, ഇവിടെ ഒരു വലിയൊരു ഇക്വേഷൻ അല്ല ഇവിടെ എങ്ങനെ വന്നത്? ജസ്റ്റ് എന്ത് ചെയ്തു? ഈ ടേംസ് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് യു ഇ എം എന്നും അതേപോലെ തന്നെ എന്ത് കൊടുത്തത്? എസ് എന്നും കൊടുത്തത്. അപ്പോൾ അത് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ വോളിയം ഇന്റഗ്രൽ കിടന്ന സർഫസ് ഇന്റഗ്രൽ കിടന്ന ആ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്തു? വോളിയം ഇന്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, വോളിയം ഇന്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇന്റഗ്രൽ വി ഡെൽ ഡോട്ട് എസ് എന്നായി സ്റ്റോക്സ് തിയറം കൊടുത്തു. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം നമ്മൾ പല പ്രാവശ്യവും ഈ ഒരു മോഡ്യൂളിൽ മൊത്തത്തിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? വോളിയം ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രലിനെ നമ്മൾ വോളിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യും സ്റ്റോക്സ് തിയറി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമ്പാരിസൺ ഒക്കെ ഓർത്തിരിക്കണം. അവിടെ കൺവേർട്ട് ചെയ്യുന്നത്, കമ്പാരിസൺ അല്ല കൺവേർഷൻ ഒക്കെ ഓർത്തിരിക്കണം. കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം മൊത്തത്തിൽ ഇത് നമുക്കൊരു വെക്ടർ കാൽക്കുലസ് ആണ്. നിങ്ങൾക്ക് ഉള്ള പേപ്പറിൽ കൂടുതലും വെക്ടേഴ്സ് വരുന്ന, അതായത് നിങ്ങൾക്ക് ടോട്ടലി ഒരു ഡിഗ്രി പി എസ് സിയിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ വെക്ടർ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിസം, ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോട്ട് ഓഫ് യു മെക്കാനിക്കൽ പ്ലസ് യു ഇ എം ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് എസ് എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എന്ത്? ഡിഫറൻഷ്യൽ ഫോം ഓഫ് ദ പോയിന്റിംഗ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട എനർജി ആൻഡ് മൊമെന്റം ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി മൊമെന്റവും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അതായിട്ട് എനർജി മൊമെന്റോ, അപ്പോൾ എനർജി പെർ യൂണിറ്റ് വോളിയം സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു യു ഇ എം, ദാറ്റ് ഈസ് യു. അപ്പോൾ നമുക്ക് ടോട്ടൽ അവിടുത്തെ എനർജി എന്ന് പറയാം യു ഇ എം, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ വരുന്ന എനർജി എന്തായിരിക്കും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജീസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് യു എന്ന് എടുക്കുവാണ്. യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ഇ സ്ക്വയർ പ്ലസ് 1 ബൈ മ്യൂ 0 ബി സ്ക്വയർ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ പ്ലെയിൻ മോണോക്രോമാറ്റിക് വേവ്സിന്റെ കേസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? നമുക്ക് അവിടെ ബി സ്ക്വയറിനെ ഇയുടെ ടേംസിലോട്ട് മാറ്റാൻ പറ്റും. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്ലെയിൻ മോണോക്രോമാറ്റിക് വേവ്സിന്റെ കേസിൽ എന്ത് ചെയ്തു? ബിയുടെ അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിന്റെ വാല്യൂവിനെ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂട്ട് കൺവേർട്ട് ചെയ്ത് പഠിച്ചു. അപ്പോൾ ആ ഒരു കൺവേർഷൻ കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിന്റിംഗ് തിയറി ഒക്കെ പഠിക്കുന്നത് തൊട്ട് മുന്നേ ആയിട്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ബി സ്ക്വയറിന്റെ വാല്യൂ 1 ബൈ സി സ്ക്വയർ ഇ സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? മ്യൂ 0 എപ്സിലോൺ 0 ആണ് ഇൻറ്റു ഇ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വരുന്ന ഈ ഒരു എപ്സിലോൺ 0 ടേംസിന്റെ കൂടെ ഇനി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ടേംസ് കൂടി എന്ത് ചെയ്യാം? അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് thus the total energy stored in the electric and magnetic fields are equal. അതായത് അവിടെ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ എന്ത് ചെയ്യുന്നത്? അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ കൂടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കൺവേർഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും ഈ ഒരു മ്യൂ 0 എപ്സിലോൺ 0 ഈ ഒരു ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് മ്യൂ is equal to E0 എപ്സിലോൺ സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എന്താ? മ്യൂ 0 എപ്സിലോൺ സ്ക്വയർ എന്നായിട്ട് മാറും. കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് അത് എന്ത് കിട്ടും? നമുക്കിവിടെ കിട്ടും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഇ സ്ക്വയറിന്റെ വാല്യൂ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അറിയാലോ, ഇ സ്ക്വയർ അല്ലെങ്കിൽ ഇ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു E0 കോസ് സ്ക്വയർ, ബാക്കി എൻ്റെ ഫൈയും ബാക്കി ടേംസ് ഒക്കെ വരും, കെ ഇസഡ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഇയുടെ വാല്യൂ. അപ്പോൾ അതിന്റെ സ്ക്വയർ ടേം കൂടി നമ്മൾ എടുക്കേണ്ടി വരും, കാരണം ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് E0 കോസ് സ്ക്വയർ അല്ല കോസ്. ഓക്കെ, ഇവിടെ കോസ് ആണ്. ഓക്കെ, കോസ്. ബാക്കി നോക്കുക. ഇവിടുത്തെ പോയിന്റിംഗ് വെക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? പോയിന്റിംഗ് വെക്ടറിന്റെ ഇക്വേഷൻ എസ് ആണ്. 1 ബൈ മ്യൂ 0 ഇൻറ്റു ഇ ക്രോസ് ബി ആണ് അവിടുത്തെ പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ഇസഡ് ആക്സിസിലൂടെ പോകുന്ന ആ ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിന്റെ പോയിന്റിംഗ് വെക്ടറിന്റെ വാല്യൂ ആണ് എസ് ഈക്വൽ ടു 1 ബൈ മ്യൂ 0 ഇ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ബാക്കി എന്ത് ചെയ്യണം? ഈ ഒരു ഇ ക്രോസ് ബിയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബിയുടെ ടേംസിനെ കൂടി E0യുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇയുടെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? അവിടെ
കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ കൂടി കൊടുത്തതിന് ശേഷമുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 by mu 0 c into E0 square cos square kz minus omega t plus delta into z cap. അപ്പോൾ z cap എന്ന് കൊടുക്കാൻ കാരണം ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അതൊരു റാൻഡം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പ് എന്ന് കൊടുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അവിടെ പോയിന്റിംഗ് വെക്ടർ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സിന്റെ പോയിന്റിംഗ് വെക്ടർ ഡയറക്ഷൻ എന്താണ്, ഇസഡ് ഡയറക്ഷനിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസിൽ ഇവിടെ നോക്കി കാണാമല്ലോ, സി ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ കോസ് സ്ക്വയർ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ഡെൽറ്റ ഇസഡ് ക്യാപ്പ്. അപ്പൊ അത്രയും ഞാൻ അവിടെ എന്തെടുക്കുന്നുണ്ട്, യു ഓഫ് ഇസഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, യു ഓഫ് ഇസഡ് ആണ് എടുക്കുന്നത്. അപ്പൊ അതിൽ ദസ് ദ പോയിന്റ് വെക്ടർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ വേവ് സി ആൻഡ് ദ എനർജി ഡെൻസിറ്റി യു. അതായത് എസിന്റെ വാല്യൂ ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ വേവ് വെലോസിറ്റി ഓഫ് ദ വേവ്സ്, വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വെലോസിറ്റി ആണ് സി എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ എനർജി ഡെൻസിറ്റി എന്താണ്, അതിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് കിട്ടി, എസിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ കേസ്. നമുക്ക് എനർജിയുടെ കേസിൽ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ എനർജി. ഇനി എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് വേണം, മൊമെന്റം ഡെൻസിറ്റി വേണം. ഓക്കെ, സെക്കൻഡ്ലി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടേം ആണ് അവിടുത്തെ മൊമെന്റം ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. നോക്കുക, ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നോട്ട് ഓൺലി ക്യാരി എനർജി ബട്ട് ദേ ഇമ്പാർട്ട് momentum also. The momentum density stored in the field is, that is PD, momentum ആണ്, which is അല്ലെങ്കിൽ momentum density എന്ന് പറയും, momentum density PD which is equal to S by C square എന്ന് കിട്ടും. S എന്ന് പറയുന്നത് അറിയില്ല, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച C U Z എന്ന് പറയുന്നത്, അല്ലെങ്കിൽ U into Z cap. അതായത് Z cap അവിടുത്തെ ഡയറക്ഷൻ കാണിക്കുന്നത്, അത് യുവിന്റെ കൂടെ വരുന്ന ടേം അല്ല, എന്താണ് അവിടുത്തെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് Z cap എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുത്ത മൊമെന്റം ഡെൻസിറ്റി പിഡിയുടെ ഇക്വേഷൻ എടുത്തു, ദാറ്റ് ഈസ് എസ് ബൈ സി സ്ക്വയർ എന്ന് കിട്ടും, എസ് ബൈ സി സ്ക്വയർ. അപ്പൊ ഈ ഒരു എസ് നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ കണ്ടുപിടിച്ച സി യു ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ പിഡിയുടെ ഇക്വേഷനിൽ പി സഫിക്സ് ഡി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിന്റെ മൊമെന്റം കിട്ടും, മൊമെന്റം ഡെൻസിറ്റി. എക്സാക്ട് മൊമെന്റം ആ ഒരു അല്ല, മൊമെന്റം ഡെൻസിറ്റി ആണ് കേട്ടോ, നോക്കുക, മൊമെന്റം ഡെൻസിറ്റി ആണ് കിട്ടുന്നത്. അപ്പോൾ മൊമെന്റം ഡെൻസിറ്റി പി ഡി വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു യു ഇസഡ് ക്യാപ്പ് ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ആണ്. സിയും ആ ഒരു സി സ്ക്വയർ ഒരു സ്ക്വയർ എന്തെയും ക്യാൻസൽ ആവും, ബാക്കി എന്ത് കിട്ടും, യു ബൈ സി ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ മൊമെന്റം കൺവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആൻ ഒബ്സർവർ ഈസ് മെഷേർഡ് ആസ് ദ റേഡിയേഷൻ പ്രഷർ. അപ്പോൾ അവിടെ ഒബ്സർവർ അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഏരിയയിൽ റിസീവ് ചെയ്യുന്ന മൊമെന്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പെർ യൂണിറ്റ് ഏരിയയിൽ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന മൊമെന്റത്തിന് പറയുന്ന പേരാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ റേഡിയേഷൻ പ്രഷർ അങ്ങനെ ചോദിക്കത്തില്ല, ചെറിയ മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റേഡിയേഷൻ പ്രഷർ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ദ മൊമെന്റം കൺവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ് ബൈ ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് അബ്സോർബിംഗ് മീഡിയം. ഓക്കെ, അത് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആവറേജ് വാല്യൂ, അപ്പോൾ ആവറേജ് വാല്യൂ ഡിനോട്ട് ചെയ്യാൻ, ടൈം ആവറേജ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ്സും ആംഗുലർ ബ്രാക്കറ്റ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്താണ്, ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആവറേജ് ഫംഗ്ഷൻ നമ്മൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആവറേജ് വാല്യൂ. അതായത് ആ യുവിന്റെ ആവറേജ് വാല്യൂ എന്ന് വെച്ചാൽ യു ഓഫ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത എസിന്റെ, എസ് എന്നറിയാലോ, എസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അവിടുത്തെ പോയിന്റിംഗ് വെക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിംഗ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സി ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ ഇൻറ്റു ഇസഡ് ക്യാപ്പ്, ഡയറക്ഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മൊമെന്റം ഡെൻസിറ്റി, ദാറ്റ് ഈസ് മൊമെന്റം കൺവേർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്, അതും എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 ബൈ സി ഇൻറ്റു E0 സ്ക്വയർ ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും അതിന്റെ ആവറേജ് വാല്യൂസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം കൂടെ ഒന്ന് അതിൽ നോക്കുക, ആവറേജ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും, അവിടെ നിന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഇന്റൻസിറ്റി ഓഫ് ദ വേവ് ആണ്. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ദ വേവ് ഈസ് ദ ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ ക്യാരിഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഐ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവറേജ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് പവർ മീൻസ് എന്താണ്, അവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു എസ് ഉണ്ടല്ലോ, പോയിന്റിംഗ് വെക്ടർ, ആ പോയിന്റിംഗ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് ഇന്റൻസിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇന്റൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ എന്താണ്, എസ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പോയിന്റിംഗ് വെക്ടറിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്, സോറി എക്സ്പെക്ടേഷൻ അല്ല, അവിടുത്തെ ആവറേജ് വാല്യൂ ആണ് എന്ത്, നമ്മുടെ അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു P0 I by C. ഇപ്പോൾ കിട്ടിയ ഇന്റൻസിറ്റി ഡിവൈഡ് ബൈ ഐ സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇന്റൻസിറ്റി ബൈ സി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റേഡിയേഷൻ പ്രഷറും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ എനർജി ആൻഡ് മൊമെന്റത്തിലെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എനർജി ആൻഡ് ദ മൊമെന്റം ഡെൻസിറ്റി. അപ്പോൾ ഇതിനി ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്
ദാറ്റ് ഈസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മാറ്റർ ആണ്. അപ്പോൾ മാറ്ററിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മാറ്ററിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും നോക്കാനില്ല. കാരണം നമ്മൾ തൊട്ട് മുന്നേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ കേസിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മാറ്ററിൽ വരുന്നത്. അല്ലെങ്കിൽ മാറ്ററിൽ കൂടി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോകുമ്പോഴും നമ്മൾ അന്ന് പഠിച്ച ആ മാക്സ്വെൽസ് ഇക്വേഷൻ മാറ്ററിൽ കൂടി പോകുമ്പോൾ അതേ രീതിയാണ് എന്ത് ചെയ്യുന്നത്. കാരണം രണ്ടും സെയിം ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു എന്താ പറയുന്നത്, ഇവിടെ നമുക്ക് എടുത്ത ആ ഒരു പോയിന്റിംഗ് വെക്ടറിന്റെ ടേംസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. ആ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം സിമിലാരിറ്റി ഉണ്ട് അതുമായിട്ട്. ആ ഒരു ഇക്വേഷൻ മാക്സ്വെൽസ് ഇക്വേഷനുമായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. നോക്കാം. കൺസിഡർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ത്രൂ എ ഹോമോജീനിയസ് ഐസോട്രോപിക് ആൻഡ് ലീനിയർ മീഡിയം. അപ്പോൾ ഈ ലീനിയർ മീഡിയം മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം യൂണിഫോം ആയിരിക്കും. നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താലും മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താലും ആ ഒരു മീഡിയം എന്ത് ചെയ്യത്തില്ല, ഇതിനെ ഒന്ന് മാറ്റിയോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വെറുതെ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അത് ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു രീതിക്ക് എന്ത് ചെയ്യും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ അത് പോയിക്കോളും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ എന്ത് ചെയ്യും, അത് അതിന്റെ രീതി തന്നെ പോകും. അവിടെ ഒരു മോഡിഫിക്കേഷൻ എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ഒന്നും എന്ത് ചെയ്തില്ല ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് റേഡിയേഷൻസിൽ അവിടെ ഉണ്ടാകാത്ത മീഡിയം നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഐസോട്രോപിക് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യത്തില്ല, മ്യൂവും എപ്സിലോണും. അപ്പോൾ മ്യൂ അറിയില്ല, റിലേറ്റീവ് പെർമിയബിലിറ്റിയും എപ്സിലോൺ പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റിയാണ്, റിലേറ്റീവ് അല്ല, പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യത്തില്ല, അവിടെ നമുക്ക് വേരി ചെയ്യത്തില്ല. കാരണം ലീനിയർ മീഡിയം ആണ്, ഇതിന് വേരിയേഷന്റെ ഒരു കാര്യം അവിടെ ഇല്ല. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ വേവ് അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന എല്ലാം എന്തായിരിക്കും, ഒരേ മീഡിയത്തിൽ കൂടി ആയിരിക്കും. വേറെ വേരിയേഷന്റെ ഒരു റീസൺ അവിടെ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡി എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കാരണം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്ന് കിട്ടും. ആൻഡ് എച്ച് മാഗ്നറ്റൈസേഷൻ, ഓക്കെ, അതെന്ത് കിട്ടും, മാഗ്നറ്റിക് ഇന്റൻസിറ്റി H is equal to 1 by mu into B എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പാരാമീറ്ററും ഇത് മാഗ്നറ്റിസത്തിന്റെ ഒരു പാരാമീറ്ററും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത് ഡിയും എച്ച്. അടുത്ത ഇൻസൈഡ് ദ മാറ്റർ there is no free charge, so rho is equal to 0. കാരണം അവിടെ ആ ഒരു മാറ്ററിനകത്ത് ചാർജ് ഒന്നുമില്ല, അല്ലെങ്കിൽ അയണൈസേഷൻ കൊടുക്കാൻ വേണ്ടി ചാർജസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും, അവിടെ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് അവിടെ 0 ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് there is no free current, hence സിഗ്മ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും, അവിടെ നമുക്ക് 0 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് കൊടുത്തു കഴിയുന്ന സമയത്ത് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ആ ഒരു ടൈം എടുത്ത മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0, ഡെൽ ഡോട്ട് E is equal to 0, and del cross E is equal to minus dou B by dou T, and fourth one del cross B is equal to mu into epsilon dou E by dou T. ഇത് അവിടുത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. Then the equation 4, അതായത് ലാസ്റ്റത്തെ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ടല്ലോ, that is del cross B is equal to del cross B which is equal to mu into epsilon dou E by dou T. dou T. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂ എപ്സിലോൺ സീറോയ്ക്ക് പകരം നമുക്ക് എന്താണ് മ്യൂ ഇ ആണുള്ളത്. സാധാരണ നമ്മൾ ഇക്വേഷനിൽ മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്നായിരിക്കും നമ്മൾ എഴുതി പോയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്കിപ്പോൾ മ്യൂവും ഇയും, അതായത് മ്യൂ സീറോ എപ്സിലോൺ സീറോ എന്ന് വെച്ചാൽ നമ്മുടെ വാക്യൂമിൽ കൂടി ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോകുന്ന സമയത്തുള്ള ഇക്വേഷനാണ് മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ അന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ മാറ്റി എഴുതിയപ്പോൾ മ്യൂ സീറോ എപ്സിലോൺ സീറോയ്ക്ക് പകരം ഇപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, മ്യൂ എപ്സിലോൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ വേവ് പ്രൊപ്പഗേറ്റ് ത്രൂ എ മീഡിയം വിത്ത് എ വെലോസിറ്റി. അതായത് ഒരു മീഡിയത്തിൽ കൂടി വിത്ത് എ വെലോസിറ്റി, പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ v is equal to 1 by root of mu into epsilon എന്ന് കിട്ടും. ദാറ്റ് ഈസ് c by എന്നാണ് കിട്ടും, n is equal to root of mu v divided by mu 0 epsilon 0 എന്ന് കിട്ടും. where c is the speed of electromagnetic wave അല്ലെങ്കിൽ ലൈറ്റ് in free space and n is the refractive index of the material. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു മീഡിയത്തിലൂടെ പോകുന്ന സമയത്ത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യാം, ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് ഈ ലൈറ്റ് ഒക്കെ ഗ്ലാസ്സിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ റിഫ്രാക്ഷൻ എന്നൊരു ഫിനോമിനൻ ഉണ്ടാവുന്നത്, ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ്. റെയർ മീഡിയത്തിൽ ഡെൻസർ മീഡിയത്തിൽ കൂടി ഒരു ലൈറ്റ് റേസ് എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഒരു റിഫ്രാക്ഷൻ ഫിനോമിന അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്താണ്, നമുക്ക് ഈ ഒരു റീസൺ ആണ് വരുന്നത്. അവിടെ നമ്മൾ ലൈറ്റിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കും, ഇവിടെ നമ്മളിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ് പഠിക്കും. കാരണം രണ്ടും സെയിം തന്നെയാണ്, ലൈറ്റും എന്താണ്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, for most material mu is similarly equal to mu 0, so n is equal to root of epsilon r. അതായത് mu 0 ഏകദേശം എന്ത് ചെയ്യാം, സെയിം ആവും. പെർമിയബിലിറ്റി ഫ്രീ സ്പേസും ആ ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി എന്ത് ചെയ്യാം, രണ്ടും എന്താവും, രണ്ടും ഏകദേശം സിമിലാരിറ്റി കാണിക്കാം മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ mu by mu 0 എന്ത് ചെയ്യും, നമുക്ക് അവിടെ
ക്യാൻസൽ ആയി പോകും. മുകളിലും താഴെ ഇത് സെയിം വന്നു ക്യാൻസൽ ആയി പോകുമല്ലോ, ക്യാൻസൽ ആവും. ബാക്കി എപ്സിലോൺ ബൈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് എന്താണ്? അത് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. വേർ എപ്സിലോൺ ആർ ഈസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം, എപ്സിലോൺ ഈസ് ഗ്രേറ്റർ ദാൻ 1. Okay. So inside a material, the speed of light is less than that in the free space. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കുക. അതായത് മെറ്റീരിയൽ സ്പീഡ് എന്തായിരിക്കും? ഫ്രീ സ്പേസിനെ കാട്ടി എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലൈറ്റിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, റിഫ്രാക്ഷൻ എന്ന ഫിനോമിന ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ. ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എനർജി ഡെൻസിറ്റി, പോയിന്റിംഗ് വെക്ടർ ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ദ വേവ് ഇൻസൈഡ് എ മെറ്റീരിയൽ മീഡിയം, വി ഹാവ് ചേഞ്ച്ഡ് എപ്സിലോൺ 0 to epsilon, mu 0 to mu and c to v and corresponding equation in the free space r. അതായത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇന്ന് എന്തുമാത്രം മാറ്റിയാൽ മതി? നമ്മൾ അവിടെ നേരത്തെ എല്ലാം mu0 എന്നുള്ളടുത്ത് mu ആക്കി മാറ്റുക, epsilon 0 കിടന്നിട്ട് epsilon ആക്കി മാറ്റുക, c കിടന്നിട്ട് എന്ത് ചെയ്യുക? v മാറ്റുക. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെല്ലാത്തിലും ഉള്ള ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടി പോകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ കാർബൺ ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി, പോയിന്റിംഗ് വെക്ടർ, ഇന്റൻസിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവിടെ കൺവേർഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം? എപ്സിലോൺ 0 കിടന്നിട്ടെല്ലാം എപ്സിലോൺ ആക്കുക, mu 0 കിടന്നിട്ടെല്ലാം mu ആക്കുക, c കിടന്നിട്ടെല്ലാം v ആക്കുക. അപ്പൊ അവിടുത്തെ കേസിൽ എനർജി ഡെൻസിറ്റി എന്ത് കിട്ടും? എനർജി ഡെൻസിറ്റി u is equal to half into epsilon e square plus 1 by, നേരത്തെ ഇതൊക്കെ mu 0യും epsilon 0 ആയിരുന്നു, അതെന്തായിട്ട് മാറ്റി? mu ആക്കി മാറ്റി, epsilon ആക്കി മാറ്റി. 1 by mu into b square എന്ന് കിട്ടും. ഓക്കെ, അതാണ് എനർജി ഡെൻസിറ്റിയുടെ വാല്യൂ. ഇനി പോയിന്റിംഗ് വെക്ടർ, ദാറ്റ് ഈസ് 1 by mu 0 e cross b എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താക്കി മാറ്റി? നമ്മൾ അതിനെ 1 by mu എന്നാക്കി മാറ്റി. അതായത് നേരത്തെ ഈ mu 0, epsilon 0, അതുപോലെ തന്നെ c എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു വാക്യത്തിൽ കൂടുതൽ കണ്ടീഷൻ ആണ്. അപ്പോൾ വാക്യത്തിന്റെ സ്റ്റേറ്റിൽ നിന്നും ആകെയുള്ള മാറ്റം എന്താണ്? നമ്മൾ അവിടെ mu 0 എന്നും epsilon 0 എന്നും v എന്നും കൂടി എന്ത് ചെയ്യുക? അതെല്ലാം മാറ്റിയതിനു ശേഷം, c എന്നുള്ളതിന് മാറ്റിയതിനു ശേഷം epsilon mu v ഇങ്ങനെ c എന്ന് മാറ്റിയാൽ മതി. എന്ത് ചെയ്യും? എല്ലാം നമുക്ക് അവിടെ ചേഞ്ച് ആക്കാൻ പറ്റും. പോയിന്റിംഗ് വെക്ടർ s is equal to 1 by mu into e cross b എന്ന് കിട്ടി. ഇനി വേവിന്റെ ഇന്റൻസിറ്റി, that is I is equal to, വേവിന്റെ ഇന്റൻസിറ്റി നേരത്തെ പറഞ്ഞല്ലോ, that is the expectation value എന്താണ്? It is the average value of, that is the average value of pointing vector intensity. വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു പോയിന്റിംഗ് വെക്ടറിന്റെ ആവറേജ് വാല്യൂ ആണ്. അപ്പൊ അതും എന്ത് ചെയ്യാം? അവിടെ കിടന്നതിൽ മാത്രം ഇത്രയും പറഞ്ഞ കൺവേർഷൻസ് വരുത്തുക. that is half into epsilon into v into e0 സ്ക്വയർ എന്നായിട്ട് വരാം. അതാണ് അവിടുത്തെ വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം എന്താണ്? ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് പഠിച്ച അതേ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ദാറ്റ് ഈസ് 3 ആണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ മാറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ മീഡിയത്തിന്റെ കേസ് ആണ് പറയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ അവിടെ മാറ്റം വരുത്തുക. അതിൽ തന്നെ ഈ ഒരു എന്താണ് മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്? mu 0യും epsilon 0യും കിടന്നെടുത്ത് muവും epsilonഉം ആക്കും. c കിടന്നിട്ട് എല്ലാം എന്ത് ചെയ്യണം? v എന്നുള്ള ഇക്വേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ പ്രോബ്ലം ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ ഫ്രീ സ്പേസ്, ദ പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് റെസ്പെക്റ്റീവ്ലി 4 pi into 10 raised to -7 Henry and Henry meter and 8.857 into 10 raised to -12 Fermi per meter. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക്, നമുക്ക് എന്ത് ചെയ്യണം? അവിടെ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡിന്റെ വെലോസിറ്റി, ലൈറ്റ് സ്പീഡിന്റെ വെലോസിറ്റി ആണ് ശരിക്കും ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 into 10 raised to 8 meter per second ആണ്. എന്നാൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അതായത് v is equal to 1 by root of mu 0 epsilon 0 which is equal to എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ഈ വാല്യൂസ് എത്രയൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്ത് കിട്ടാം? 2.9979 into 10 raised to 8. ഇനി റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 into 10 raised to 8 meter per second എന്ന് എഴുതുന്നത്. ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ചോദിച്ചാൽ, ലൈറ്റിന്റെ സ്പീഡ് എന്ന് ചോദിച്ചാൽ രണ്ടും സെയിം തന്നെയാണ്. രണ്ടും എന്താണ്? രണ്ടും ഇലക്ട്രോമാഗ്നറ്റിക്, രണ്ടും സെയിം ആണ്. ലൈറ്റ് തന്നെയാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതിൽ അതിന്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു സ്പെക്ട്രം ആണ് നമ്മൾ കാണുന്ന വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മാത്രമാണ് ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, third question, that is, in a plane electromagnetic waves, the electric field oscillates sinusoidally with a frequency of 2 into 10 raised to 10 hertz and the amplitude 48 volt per meter. What is the wavelength of the electromagnetic waves? Calculate the amplitude of the oscillating magnetic field. Then C എന്താണ്? Calculate the total average energy density of the electromagnetic fields of waves. Okay, അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം, അടുത്ത് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ദെൻ ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്.
അപ്പോൾ ഫ്രീക്വൻസി അറിയല്ലോ, ഫ്രീക്വൻസി F is equal to 2 into 10 raised to 10 ഹെഡ്സ് ആണ്. ആൻഡ് E0യുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് E0 മീൻസ് എന്താണ്, അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് 48 വോൾട്ട് പെർ മീറ്റർ എന്നാണ് ആംപ്ലിറ്റ്യൂഡ് E0. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു വേവ്സിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്നുള്ള E0 വാല്യൂ ആണ് എന്ത് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത് ആണെങ്കിൽ എന്തായിരിക്കും, C/F ആണ്. വേവ് ലെങ്ത് ലാംഡ ആണ്, C/F. സി എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ചെയ്യുമ്പോൾ എന്ത് കിട്ടും, C/F കിട്ടും. 3 into 10 raised to 8 ഡിവൈഡ് ബൈ 2 into 10 raised to 10 കിട്ടും. 1.5 into 10 raised to -2 മീറ്റർ. ഇതാണ് എന്ത് വേവ് ലെങ്ത്. ഇനി ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എടുക്കാനായിട്ട് നമുക്ക് അവിടെ റിലേഷൻ ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് C is equal to, നമ്മുടെ റിലേഷൻ ആണ്, ദാറ്റ് ഈസ് C is equal to E0 by B0. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ B0യുടെ വാല്യൂ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് B0 is equal to E0 ഡിവൈഡ് ബൈ C. ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, E0 48 എന്ന് അറിയാം, ഡിവൈഡ് ബൈ 3 into 10 raised to 8 കിട്ടും. എന്നിട്ട് നമുക്ക് അതിന്റെ ടെസ്റ്റിലെ ആൻസർ കിട്ടും. ഓക്കെ, 10 raised to -, അത് മിക്കപ്പോഴും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പവർ വന്നിട്ട് ഏകദേശം 10 raised to -7 ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത് വാല്യൂ വരുന്നത്. അപ്പോൾ അത് 10 raised to -7 അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നോക്കാൻ പറ്റും. ഇനി അടുത്ത് വേണ്ടത് ആവറേജ് എനർജി ഡെൻസിറ്റി ആണ്. അപ്പോൾ ആവറേജ് എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോൾ ആവറേജിന്റെ കാര്യം ഇപ്പോഴും പഠിച്ചുള്ളൂ, എനർജി ഡെൻസിറ്റി ടേംസ് ആവറേജ് ഫംഗ്ഷൻ ഇപ്പോഴും നമ്മൾ പഠിച്ചു, ആ ഒരു ബ്രാക്കറ്റ് ഇട്ട് പഠിച്ച പോലെ. ഓക്കെ, അപ്പോൾ അത് ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ ആണ്. എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ജൂൾസ് പെർ മീറ്റർ ക്യൂബിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഫോർത്ത് വൺ. ദാറ്റ് ഈസ് the frequency of an electromagnetic wave propagating along x-axis is 0.6 into 10 raised to 15 hertz. The amplitude of the sinusoidal varying electric field is 1.5 volt per meter. Find the average value of the electric and magnetic densities. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ആവറേജ് വാല്യൂസ് ആണ് വേണ്ടത്. ഇപ്പോൾ തന്നിട്ടുള്ളത് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എക്സഡ് ആക്സിസിൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, അതവിടെ 0.6 into 10 raised to 15 ഹെഡ്സ് ആണ്. ആൻഡ് E0 ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സയൻസിൽ വേരിയിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് പെർ മീറ്റർ. C is the speed of the light. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ആണെങ്കിൽ UE ആയിരിക്കും, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E സ്ക്വയർ. ഓക്കെ, E0 സ്ക്വയർ അതാണ് എന്ത്, E സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൺഫ്യൂഷൻ ആക്കി മാറ്റല്ല, കാരണം ഇവിടെ നമുക്ക് ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ആവറേജ് എനർജി ഡെൻസിറ്റി ഇക്വേഷൻ ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 E0 സ്ക്വയർ ആണ്. ഓക്കെ, E0 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ E0 സ്ക്വയർ അല്ല, ഇവിടെ E സ്ക്വയർ ആണ്. അപ്പോൾ E എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയും E0 എന്നുള്ള റിലേഷൻ എന്താണ്, ദാറ്റ് ഈസ് E is equal to E0 by √2 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു ഇക്വേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്നുകൂടി ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കുക. ഓക്കെ, that is 1/4 into epsilon 0 E0 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് E0 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും, അതിന്റെ ആൻസർ കിട്ടും. ഇനി ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലും ആണെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിന്റെ അവിടെ എന്താണ്, ഹാഫ് ഇൻറ്റു B സ്ക്വയർ ബൈ μ0 ആണ്. അവിടെ B is equal to B0 by √2 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ B0യുടെ വാല്യൂ കൊടുക്കുക, ഡിവൈഡ് ബൈ √2 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് B0 by μ0 എന്ന് കിട്ടും. ഓക്കെ, അതിൽ തന്നെ ഈ B0 നമുക്കിവിടെ ഇതിൽ തന്നിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ B0 ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ആ B0യെ നമ്മൾ E0യുമായിട്ട് റിലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് B0 എന്താണ്, E0 by C ആണ്. ഓക്കെ, B0 is equal to ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, B0 equal to E0 by C. അപ്പോൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ റിലേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ അവർ പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡ് തരത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റേണ്ടി വരും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ മാറ്റിയതിന് ശേഷം എഴുതുക, ദാറ്റ് ഈസ് E0 സ്ക്വയർ ഡിവൈഡ് ബൈ 4 μ0 C സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, 4.76 into 10 raised to -12 ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദാറ്റ് ഈസ് എ ലേസർ ബീം has a power of 25 gigawatts and diameter of 2 millimeter. Calculate the peak value of E and B. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ഇയുടെയും വാല്യൂടെയും പീക്ക് വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് E0യുടെയും B0യുടെയും വാല്യൂ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിൽ എസ് ആവറേജ് നമുക്ക് പോയിന്റ് വെക്ടർ വെച്ചിട്ട് അവിടുത്തെ ആവറേജ് വാല്യൂ ആണ് കിട്ടുന്നത്. എസ് ആവറേജ് എന്താണ്, പവർ ബൈ ഏരിയ ആണ്, പവർ ബൈ ഏരിയ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, തന്നിട്ടുള്ള നമ്പേഴ്സ് വേരിയബിൾസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഇവിടെ എസ് ആവറേജ് പവർ ബൈ ഏരിയ ആണ്. ആവറേജ് മീൻസ് അവിടുത്തെ ആവറേജ് ഫംഗ്ഷൻ വർക്ക് ഡൺ ആ ഒരു രീതിയിൽ വരും, പവർ ബൈ ഏരിയ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ആവറേജ് വാല്യൂ കിട്ടും. ആവറേജ് വാല്യൂ ഓഫ് എസ് എന്താണ്, E0 സ്ക്വയർ ബൈ 2 μ0 into C ആണ് വരുന്നത്.
അപ്പോൾ അതിൽ E0യുടെ വാല്യൂ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്നിട്ട് E0 കിട്ടും. ഇനി E0യും B തമ്മിലുള്ള റിലേഷൻ അറിയാലോ. B0 is equal to E0 by C ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം എന്താണ് ആവറേജ് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ആവറേജിന്റെ പ്രോബ്ലംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ആവറേജ് തമ്മിലുള്ള റിലേഷൻസ് തൊട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഈ ഓരോ ആവറേജ് എനർജി ഡെൻസിറ്റിയുടെ ആവറേജ് ഇവിടെ പറയുന്നുണ്ടല്ലോ, എനർജി ഡെൻസിറ്റിയുടെ ആവറേജ്, അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ, ദെൻ ആ ഒരു ഡെൻസിറ്റി മൊമെന്റം ഡെൻസിറ്റിയുടെ ആവറേജ് വാല്യൂ. അപ്പോൾ ഈ ആവറേജ് വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ പ്രോബ്ലംസ് ആവറേജ് വാല്യൂ വെച്ചിട്ടാണ് ഇതിനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോക്കുക. ഇനി ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെറിവേഷനിലോ പ്രോബ്ലംസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മാക്സ്വെൽസ് ഇക്വേഷൻ ഒക്കെ വന്നതും രണ്ടും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട്, എന്നാലും എന്ത് ചെയ്യുക രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. അതിൽ പ്രോബ്ലംസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്നോട് ചോദിക്കുക.